ആരെങ്കിലും ഒരാൾ സത്യത്തെ വളച്ചൊടിക്കുന്നു എന്ന് തോന്നിയാൽ അങ്ങനെയുള്ളവർക്ക് മാർഗദർശനം നൽകേണ്ടത് ആവശ്യമാണ്. അതിനാവശ്യമായ ധൈര്യം കൈവരിക്കേണ്ടതുണ്ട്. ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. സ്വന്തം കാര്യസാധ്യത്തിനായി അഥവാ സ്വന്തം നിലനിൽപ്പിനായി ദൈവവചനത്തെ വളച്ചൊടിക്കുന്നവരോട് ഒരു ക്രിസ്തുവിശ്വാസിയുടെ മനോഭാവം എന്തായിരിക്കണം? എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും ഒരുമിച്ച് നിർത്തണം, എല്ലാവരും പറയുന്നത് സത്യമല്ലേ എന്നൊക്കെ വാദിച്ചാൽ അതൊക്കെ കേൾക്കുവാൻ സുഖമുണ്ടായിരിക്കും. ഒടുവിൽ സംഗതിയാകെ കുഴഞ്ഞു മറിയുന്നതായി കാണാവുന്നതാണ്. കുഴിയിൽ ചാടിയിട്ട് എന്നോടെന്തേ നേരത്തെ പറയാഞ്ഞത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് തെറ്റുന്നു എന്ന് കാണുമ്പോൾ തന്നെ നേരെ പോകുവാനുള്ള മാർഗനിർദ്ദേശം നൽകുന്നത്. അറിവില്ലാത്തതിനാൽ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ അറിവുള്ളവർ തിരുത്തണം. എന്നാൽ സ്വന്തം കാര്യസാധ്യത്തിനായി ദൈവവചനത്തെ വളച്ചൊടിക്കുന്നവരോട് കർക്കശമായി തന്നെ സംസാരിച്ചേ മതിയാകൂ. ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്തുവാൻ പ്രയാസമാണല്ലോ. അങ്ങനെയുള്ളവരെ ഉണർത്തുവാൻ പല പല മാർഗങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത് നാം ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് കാണുന്ന ഒരു സംഭവമാകുന്നു. വിശുദ്ധ പൗലോസ് വിശുദ്ധ പത്രോസിനോട് എതിർത്ത് നിന്നു എന്ന് നാം വായിക്കുന്നു. അതെങ്ങനെ സാധിക്കും? ക്രിസ്തീയ സഭയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവൻ എന്ന് പലരും പത്രോസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ക്രിസ്തുവിനോട് കൂടെ നടന്നവൻ, ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പഠിച്ചവൻ, ക്രിസ്തുവിനോട് ചേർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവൻ, സഭയുടെ ജന്മദിനമായ പെന്തക്കോസ്ത് നാളിൽ ഉജ്ജ്വലമായ പ്രസംഗം ചെയ്ത് 3000 പേരെ രക്ഷയിലേക്ക് നയിച്ചവൻ, അങ്ങനെ എത്രയെത്ര ഉന്നതമായ കാര്യങ്ങൾ ചെയ്ത പത്രോസ്. പൗലോസോ സഭയെ മുടിച്ചു കളവാൻ കൂടി നടക്കുമ്പോൾ പത്രോസ് സഭയെ ഒരുമിച്ച് നിർത്തി പ്രവർത്തിച്ചതായി കാണുന്നു. ഇപ്പോൾ പത്രോസിനെ പൗലോസ് ശാസിച്ചെന്നോ? അതെ, അതുതന്നെയാണ് നാം കാണുന്നത്. കാരണമുണ്ട്. പത്രോസ് ആദ്യം അന്ത്യോക്യയിൽ വന്നപ്പോൾ അവൻ യഹൂദന്മാരല്ലാത്തവരുടെ കൂട്ടത്തിൽ കൂടി ഭക്ഷണം കഴിച്ചു, ജാതികളോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹൂദന്മാർ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പിന്നീട് ചില യഹൂദ വിശ്വാസികൾ അവിടെ വന്നപ്പോൾ പത്രോസ് അതിനു മുൻപ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ മാറി നിന്നു. ഇത് കണ്ട പൗലോസ് പത്രോസിൻ്റെ കപടഭക്തിയെ ശാസിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഇവിടെ സ്നേഹമില്ലാത്തത് കൊണ്ടോ ബഹുമാനമില്ലാത്തത് കൊണ്ടോ പൗലോസിന് ആളാകുവാനോ ആയിരുന്നില്ല. പിന്നെയോ വിശ്വാസികളുടെ തെറ്റ് തിരുത്തേണ്ട ഉത്തരവാദിത്വം ഓരോ ക്രിസ്തു വിശ്വാസിക്കുമുണ്ട് എന്ന സത്യം പൗലോസ് കാണിക്കുകയായിരുന്നു. ചില ക്രിസ്തീയ നേതാക്കന്മാർ ചിന്തിക്കുന്നത് അവരെ ആരും തിരുത്തുവാൻ പാടില്ല എന്നാണ്. അങ്ങനെ ആരെങ്കിലും തിരുത്തിയാൽ അവർ ആകെ മുഷിഞ്ഞു പോകും. അത് അവർക്ക് കുറച്ചിലാണ്. അതുപോലെ തന്നെ പല സഭാജനങ്ങളും ചിന്തിക്കുന്നത് അവരുടെ നേതാക്കന്മാർ തെറ്റ് ചെയ്യുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തവരാകുന്നു എന്നത്രേ. അഥവാ തെറ്റിയാൽ തന്നെ അത് ശരിയായിരിക്കും എന്നും കൂടി അവർ പറയും. ഓടി നടന്ന് നാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കണമെന്നർത്ഥമല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നാം എല്ലാവരും മനുഷ്യരാണ്. ദൈവം മുൻപാകെ നാം എല്ലാവരും തുല്യരാണ്. ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് പ്രത്യേകം തന്നിട്ടുണ്ട് എന്നതിനാൽ നാം ആരും ദൈവമായി മാറുന്നില്ല. സ്നേഹത്തിൻ്റെ ആത്മാവിൽ സത്യം പറയുവാൻ നമുക്ക് കഴിയണം. നീരസമരുത്, കോപം കൊണ്ടുമാകരുത്, ദൈവവചനത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടും മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടുമായിരിക്കണം. നല്ല മാതൃകയാകുന്നു നാം കാണിക്കേണ്ടത്. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൽ നാം ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരുമിച്ച് പഠിക്കാം. എടുത്താട്ടെ ഗലാത്യലേഖനം 2-ാം അധ്യായം. ഗലാത്യലേഖനം 1-ാം അധ്യായമാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. തൻ്റെ അപ്പസ്തോലത്വത്തെ തെളിയിക്കുവാൻ പൗലോസ് ആദ്യം തൻ്റെ സ്വന്തം അനുഭവം പറഞ്ഞു.
തുടർന്ന് മറ്റ് അപ്പോസ്തലന്മാരുമായുള്ള ബന്ധം പറഞ്ഞു. താൻ തൻ്റെ സുവിശേഷം മനുഷ്യരിൽ നിന്നും പഠിച്ചതല്ല, യേശുക്രിസ്തു തനിക്ക് വെളിപ്പെടുത്തിയതാകുന്നു എന്ന് വ്യക്തമാക്കി. അതിൻ്റെ വേറൊരു തെളിവാണ് 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുവാൻ പോകുന്നത്. 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഇവിടെ പൗലോസ് ബർന്നബാസിനോട് കൂടി തീത്തോസിനെയും കൊണ്ട് പോയി എന്ന് വായിക്കുന്നു. അതിൻ്റെ പിൻപിൽ വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. തീത്തോസ് ഒരു പുറജാതിക്കാരനും യൗവനക്കാരനായ സുവിശേഷകനുമായിരുന്നു. ഇത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സഭയുടെ ആദ്യത്തെ സുന്നഹദോസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയാലാണോ അതോ മോശയുടെ ന്യായപ്രമാണത്തിൻ കീഴിൽ വരണമോ എന്ന ചോദ്യം പരിഹരിക്കപ്പെടണം. തീത്തോസ് പരിച്ഛേദനയേറ്റവനല്ലായിരുന്നു. അതുകൊണ്ട് തീത്തോസ് ഒന്നാമതായി അവിടെ പ്രദർശിക്കപ്പെടുന്നു. പരിച്ഛേദന ഏൽക്കാൻ അവനെ അവർ നിർബന്ധിക്കുമോ? ഇത് പ്രധാന വിഷയമായിരുന്നു. ക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസികളും മോശയുടെ ന്യായപ്രമാണത്തിൻ കീഴിൽ വരണമെന്ന് യെരുശലേമിലുള്ള സഭ മുറുകെ പിടിച്ചിരുന്നു എന്ന വാദം യഹൂദ വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ യഹൂദ വിശ്വാസികളെന്ന് പറയുമ്പോൾ യഹൂദ മതത്തിലായിരുന്നവർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ആ കൂട്ടർ. യഹൂദന്മാർ മാത്രം നിറഞ്ഞിരുന്നതായി യെരുശലേം സഭ തീർച്ചയായും അങ്ങനെയായിരുന്നു. അവർ എല്ലാവരും തന്നെ പരിച്ഛേദന കഴിഞ്ഞവർ ആയിരുന്നു. അവരിൽ പലരും ദേവാലയത്തിൽ തന്നെ ആരാധനയ്ക്ക് പോയിരുന്നതാനും. വാസ്തവത്തിൽ അന്നത്തെ വിശ്വാസികളുടെയും കൂടിവരവ് അതുതന്നെയായിരുന്നു, ദേവാലയം. പൗലോസും ബർന്നബാസും ന്യായപ്രമാണത്തെയും കൃപയെയും കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി അവിടെ ചെന്നിരുന്നു. അങ്ങനെ അവർ ചെന്നിരുന്ന അവസരമാണിത്. അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. അപ്പോസ്തോലൻ ആയിരുന്ന പൗലോസ് മറ്റ് അപ്പോസ്തോലന്മാർ പ്രസംഗിച്ച സുവിശേഷത്തെക്കാൾ വിഭിന്നമായ ഒരു സുവിശേഷമായിരുന്നു താൻ പ്രസംഗിച്ചിരുന്നതെങ്കിൽ കാര്യമായ തകരാറ് ഉണ്ടാകുമായിരുന്നു എന്ന് പൗലോസ് കണ്ടു. അത് അംഗീകരിക്കുവാൻ പൗലോസിന് മടിയില്ലായിരുന്നു. ഞാനൊരു വ്യത്യസ്തമായ സുവിശേഷമായിരുന്നു പ്രസംഗിച്ചിരുന്നതെങ്കിൽ ഞാൻ തെറ്റിപ്പോയേനേയും, ഞാൻ ഓടിയത് വൃഥാവായി പോയേനേയും. അങ്ങനെ പൗലോസ് യെരുശലേമിലേക്ക് പോയി അപ്പോസ്തലന്മാരോട് സുവിശേഷം പങ്കിടുകയാണ് ചെയ്യുന്നത്. 3-4 വാക്യങ്ങൾ. എൻ്റെ കൂടെയുള്ള തീത്തോസ് എവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. പൗലോസ് പ്രസംഗിച്ചിടത്ത് സഭയിൽ ചില ആളുകൾ കടന്നു വന്നു. അവർ ഒരുതരം മുഖം മൂടി ധരിച്ചവരായിരുന്നു, വിശ്വാസികളുടെ മുഖം മൂടി. അവർ യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല എന്ന് വേണം ധരിക്കുവാൻ. ക്രിസ്തുവിലുള്ള അവരുടെ സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ വന്ന ചാരന്മാരായിരുന്നു അവർ. അന്യജാതിക്കാരനായ സുവിശേഷകൻ തീത്തോസിനെ പരിച്ഛേദന കഴിക്കാൻ പൗലോസ് നിർബന്ധിച്ചില്ല എന്ന് അറിയാമായിരുന്നു. അവനെക്കുറിച്ച് യെരുശലേം സഭ എന്താണ് തീരുമാനിക്കുവാൻ പോകുന്നത്? പൗലോസ് പറയുകയാണ്, അവർ അവനെ പരിച്ഛേദനയ്ക്കായി നിർബന്ധിച്ചില്ല. കള്ള സഹോദരന്മാർക്ക് അവർ ചെവി കൊടുത്തില്ല. അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ നാം എല്ലാവരും മോശയുടെ ന്യായപ്രമാണത്തിന് വീണ്ടും അടിമകളായേനേയും. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, ദൈവാത്മാവിനാലുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമായേനേയും. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഇവിടെ പൗലോസ് ഒരു തോക്കുധാരിയായിട്ടാണ് നിൽക്കുന്നത്. പൗലോസ് പണ്ട് വിശ്വാസികളെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ നിൽക്കുന്നത് ആളുകളെ കൊല്ലാനല്ല, രക്ഷിക്കുവാനാണ്. ക്രിസ്തുവിന് വിരോധമായി സുവിശേഷത്തിനെതിരായി നിൽക്കുന്ന കള്ള സഹോദരന്മാർക്കെതിരായിട്ടാണ് തൻ്റെ തോക്ക് അവൻ തിരിക്കുന്നത്. കള്ള സഹോദരന്മാർ പറയുകയാണ്, യഹൂദന്മാർ മാത്രമുള്ള ഈ സഭയിൽ കൂടി വരുന്ന ഈ തീത്തോസ് എന്ന പുറജാതിക്കാരൻ പരിച്ഛേദന പോലും ഏറ്റിട്ടില്ല. പൗലോസ് തൻ്റെ തോക്ക് അവരുടെ നേർക്ക് തിരിച്ചു. ഇല്ല,
അവൻ പരിച്ഛേദന ഏൽക്കാൻ പോകുന്നില്ല. നിങ്ങളെപ്പോലെ അവനും വിശ്വാസിയാണ്. ന്യായപ്രമാണം കൂടാതെ തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷയ്ക്കായി ന്യായപ്രമാണത്തിൻ്റെ ഒരു ഭാഗവും അവൻ അനുഷ്ഠിക്കാൻ പോകുന്നില്ല. അതായിരുന്നു പൗലോസിൻ്റെ തീർപ്പ്. എന്തൊരു തീർച്ചയില്ലേ, എന്തൊരു ധൈര്യം! 6-ാം വാക്യം, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ അപ്പോസ്തലന്മാരോട് കൂടിയിരുന്നു. ഞങ്ങൾ പറയുന്ന സുവിശേഷം അവരെ കേൾപ്പിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, സഹോദര, റിപ്പോർട്ടെല്ലാം ഞങ്ങൾ കേട്ടു. നീ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് ഞങ്ങളെ കേൾപ്പിക്കുക. അങ്ങനെ പൗലോസ് അവരെ കേൾപ്പിച്ചു. താൻ പറഞ്ഞിരുന്ന സുവിശേഷത്തോട് ചേർക്കുവാൻ അവർക്കൊന്നും ഇല്ലായിരുന്നു എന്ന് പൗലോസ് കണ്ടു. ദൈവകൃപയാണ് അവൻ പ്രസംഗിച്ചത്. അവരും അതുതന്നെ പ്രസംഗിച്ചു. അവർ പൂർണ്ണ ചേർച്ചയിൽ ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവരെല്ലാവരും പ്രസംഗിച്ചത് ഒരേ സുവിശേഷമായിരുന്നു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും. ഇവിടെ തീർച്ചയായും പായസം കഴിക്കുമ്പോഴാണല്ലോ അത് രുചിയുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെ പൗലോസിനും എന്ത് ഫലമാണ് ലഭിച്ചിരുന്നത്? പത്രോസ് പ്രസംഗിച്ചു, കുറച്ച് പേർ രക്ഷിക്കപ്പെട്ടു. പൗലോസും പ്രസംഗിച്ചു, കുറച്ച് പേർ രക്ഷിക്കപ്പെട്ടു. രണ്ടുപേരും ഒരേ സുവിശേഷമാണ് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. ഈ സിദ്ധാന്തം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഫലത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം ഒരു കയറ്റം കിട്ടിയെന്നല്ല, ഫലം കിട്ടുന്നുണ്ടോ എന്നതാണ്. ഫലം ലഭിക്കുന്ന ഒരു പ്രവർത്തനത്തെയാണോ തങ്ങൾ സഹായിക്കുന്നതെന്ന് ദൈവമക്കൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഫലമില്ലാത്ത ഒരു പ്രവർത്തനമാണ് എങ്കിൽ നിങ്ങൾ അതിനെ എന്തിന് സഹായിക്കണം, താങ്ങണം? അതാണ് പൗലോസിൻ്റെ അപ്പസ്തോലത്വം മറ്റ് അപ്പോസ്തലന്മാർ അംഗീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കൂട്ടായ്മ എന്ന വാക്കിന് കൊയിനോനിയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുവിശേഷത്തിലെ ഒരു പ്രധാന പദമാണിത്, കൊയിനോനിയ. വ്യക്തിപരമായ ബന്ധത്തിന് ഉപയോഗിക്കുന്ന ഉയർന്ന ഒരു പ്രകടനമാണ് ആ വാക്ക്. ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കുക എന്നാണ് അതിനർത്ഥം. കൂട്ടായ്മയുടെ വലങ്കൈ എന്ന് പറയുമ്പോൾ ഒരു ഉറച്ച ബന്ധമാണ് അവിടെ വിവക്ഷിക്കുന്നത്. ക്രിസ്തുവിലുള്ള പൊട്ടാത്ത ഒരു ബന്ധമാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഒൻപതും 10 വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ടും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേബാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. പൗലോസിൻ്റെ പിന്നീടുള്ള ചരിത്രം നോക്കുമ്പോൾ യെരുശലേമിലുള്ള പാവപ്പെട്ട വിശ്വാസികൾക്കായി ഒരു സ്തോത്ര വഴിപാട് കൊണ്ടുവന്നതായി കാണുന്നു. അവിടുത്തെ സഭ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരുന്നതിനാൽ വളരെ കഷ്ടത്തിലായിരുന്നു. അന്നും പാവപ്പെട്ടവരാണ് സുവിശേഷത്തിൽ വിശ്വസിച്ചത്. തൻ്റെ മാനസാന്തരത്തിനു മുൻപ് സഭയെ ഉപദ്രവിച്ചവനായതുകൊണ്ട് തൻ്റെ സ്വന്തം കയ്യാൽ തന്നെ യെരുശലേമിലെ വിശ്വാസികൾക്ക് പൗലോസ് പണസഹായം കൊണ്ടുവരികയാണ്. ഇത് ഒരു സാമൂഹ്യ സേവനമാണ്. സുവിശേഷ വിഹിത സഭകൾ എന്ന് അഭിമാനിക്കുന്ന നമുക്ക് ലജ്ജിക്കാനുള്ളൊരു കാര്യമാണിത്. ഇവിടെ നാം കുറഞ്ഞു പോകുന്നു. യാക്കോബ് എന്താണ് പറയുന്നത്? 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമിലെ അപ്പോസ്തലന്മാർ പൗലോസിനോട് പാവങ്ങളെ സഹായിക്കാൻ മറക്കരുത് എന്ന് ഉദ്ബോധിപ്പിച്ചു. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത് ചെയ്യുവാൻ താൻ വളരെ ശ്രദ്ധാലുവായിരുന്നു എന്ന് കാണുന്നു.
ഇനിയും പൗലോസിൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവുമായുള്ള അറേബ്യയിലെ അനുഭവവും അതിനുശേഷം യെരുശലേമിൽ അപ്പോസ്തലന്മാരുമായുള്ള അനുഭവവും നാം കണ്ടു കഴിഞ്ഞു. ഇനി നാം കാണുവാൻ പോകുന്നത് അന്ത്യോക്യയിൽ ശിമോൻ പത്രോസുമായുള്ള പൗലോസിൻ്റെ അനുഭവമാണ്. ഇത് വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ്. രംഗം വളരെ ഗൗരവമായതായിരുന്നു. 2 അപ്പോസ്തലന്മാർ പൗലോസും പത്രോസും മുഖാമുഖമായി തമ്മിൽ അവർ എതിർക്കുന്ന രംഗം. മറ്റുള്ളവർ അത് നോക്കി നിൽക്കുകയാണ്. ഈ രംഗം വിവരിക്കുന്നത് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ കാര്യങ്ങൾക്ക് തൊട്ട് പുറകിലാണ്. പത്രോസ് ഇങ്ങനെ പെരുമാറുമെന്ന് ആരറിഞ്ഞു? അതും യെരുശലേം മീറ്റിങ്ങിന് തൊട്ടുപുറകെ. രംഗം അന്ത്യോക്യയിലാണ്. പത്രോസ് അന്ത്യോക്യയിലെ സഭ സന്ദർശിക്കുകയാണ്. അവിടെ നടക്കുന്ന സൽക്കാരങ്ങളിൽ അവിടുത്തെ ഭോജനത്തിൽ പങ്കുകൊള്ളുകയാണ്. സാധാരണ ഭോജനത്തിന് പുറമെ സ്നേഹഭോജനവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പത്രോസിനുണ്ടായ ദർശനപ്രകാരം യഹൂദന്മാരും അന്യജാതിക്കാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ദൈവത്തിനില്ല എന്ന് പത്രോസ് അറിഞ്ഞിരുന്നു. എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ പത്രോസ് പരാജയപ്പെട്ടു. യെരുശലേമിൽ നിന്നും ചില സഹോദരന്മാർ അന്ത്യോക്യയിൽ വന്നപ്പോൾ പത്രോസ് ആ യഹൂദേതരരായ സഹോദരന്മാരോടുകൂടി ആഹാരം കഴിക്കുന്നത് കണ്ട് വിസ്മയിച്ചു പോയി. യെരുശലേമിലെ സഭയിൽ എല്ലാവരും യഹൂദ വിശ്വാസികളായതുകൊണ്ട് യഹൂദ ആചാരപ്രകാരം തന്നെയായിരുന്നു അവർ ജീവിച്ചത്. യഹൂദന്മാർക്ക് അശുദ്ധമായതൊന്നും അവർ കഴിച്ചിരുന്നില്ല. അന്താളിച്ചു പോയ ഈ സഹോദരന്മാർ പത്രോസിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വീണ്ടും യഹൂദ മര്യാദപ്രകാരം നടക്കാൻ അവനെ പ്രേരിപ്പിച്ചു. പത്രോസ് ഭയപ്പെട്ട് അത് ചെയ്യുകയും ചെയ്തു. അത് കണ്ട് മറ്റ് ചില വിശ്വാസികളും അവനെ പിൻപറ്റി. അങ്ങനെ ബർന്നബാസ് പോലും പത്രോസിനെ അനുകൂലിച്ചു. അതൊരു പിളർന്ന കൂട്ടായ്മയായി മാറി. ഇത് നടക്കുമ്പോൾ പൗലോസ് അവിടെ ഇല്ലായിരുന്നു എന്ന് വേണം ഊഹിക്കുവാൻ. അവൻ വന്നപ്പോൾ വിവരം മനസ്സിലാക്കുകയും ഉടനെ പത്രോസിനെ നേരിടുകയുമാണ് ചെയ്തത്. പത്രോസിൻ്റെ ഈ പെരുമാറ്റം താൻ വിശ്വസിക്കുന്ന ഉപദേശത്തെ ഖണ്ഡിക്കുന്നതായിരുന്നു എന്നവൻ പറയുന്നു. ഇത് വളരെ ആപൽക്കരമായ ഒന്നായിരുന്നു. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നു, എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. ഈ വാക്യത്തിലെ എന്നാൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ ഭാഗം, ആ വാക്ക് കഴിഞ്ഞ ഭാഗത്തിന് എതിരാണ് ഇത് എന്ന് സൂചിപ്പിക്കുകയാണ്. പൗലോസ് എല്ലാവരും കാണുക അവനോട് എതിർത്തു നിന്നു. ഇവിടെ ചില കാര്യങ്ങൾ പ്രസ്താവ്യമാണ്. പലപ്പോഴും കുഴപ്പങ്ങൾ ഉദിക്കുന്നത് സാധ്യതയില്ലെന്ന് തോന്നുന്ന ഭാഗത്ത് നിന്നായിരിക്കും. ഇവിടെ പത്രോസിൽ നിന്നും. അതാരാണ്? ദർശനം കണ്ടവൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ യഹൂദനും യവനനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചവൻ. അവനാണ് ഇപ്പോൾ ഈ സ്ഥിതിയിലായിരിക്കുന്നത്. രണ്ടാമതായി, കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് പൊതുവായിട്ടാണെങ്കിൽ അത് പൊതുവായിട്ട് തന്നെ അതിനെ നേരിടണം എന്ന് പൗലോസ് പറയുന്നു. പ്രത്യേകിച്ച് ഉപദേശ പിശകാകുന്നുവെങ്കിൽ പൗലോസ് നേരിട്ടപ്പോൾ പത്രോസിൻ്റെ വികാരത്തെപ്പറ്റി നമുക്ക് ഊഹിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ഞാൻ ചിന്തിച്ചു പോവുകയാണ്, ഇന്ന് അതുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ പത്രോസ് വേറൊരു സഭ തന്നെ തുടങ്ങിയേനെ. പത്രോസ് താഴുകയാണ് ഇവിടെ ചെയ്തത്. ചിന്തിക്കണം, ഈ രണ്ടുപേരുടെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കണം. മൂന്നാമതായി, പൗലോസ് സുവിശേഷത്തെയും യഹൂദേതരായിട്ടുള്ള ആളുകൾക്കായുള്ള തൻ്റെ അപ്പസ്തോലത്വത്തെയും കാത്ത് രക്ഷിക്കുകയാണ്. നാലാമതായി, ന്യായപ്രമാണം രക്ഷയ്ക്ക് മുഖാന്തരമല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിനും അതിൻ്റെ കീഴിൽ വരേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുകയാണ്. 12-ാം വാക്യം നോക്കിക്കാട്ടെ. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. യെരുശലേമിൽ നിന്നും സഹോദരന്മാരുടെ ആ വരവ് പത്രോസിൻ്റെ ബലഹീനത വെളിവാകാൻ കാരണമായി. തൻ്റെ യഹൂദേതരായിട്ടുള്ള ആളുകളോടുള്ള സഹവാസം യെരുശലേമിലെ സഭയിൽ തനിക്കുണ്ടായിരുന്ന അധികാരവും സ്ഥാനവും നഷ്ടപ്പെടുത്തിയേക്കുമോ എന്ന ഭയമായിരിക്കുമോ പത്രോസിനുണ്ടായിരുന്നത്? സത്യം മാറ്റിവെച്ചാലും സമ്മതനായി തുടരണമെന്നായിരുന്നോ അവൻ്റെ ആഗ്രഹം? പൗലോസിനെ സംബന്ധിച്ച് തനിക്ക് യഹൂദന്മാരുടെ എന്നല്ല ആരുടെയും പുകഴ്ച വലിയ കാര്യമായിരുന്നില്ല. സുവിശേഷത്തിൻ്റെ സത്യത്തിനു വേണ്ടി എന്ത് വില കൊടുക്കാനും അവൻ തയ്യാറായിരുന്നു. ആ വകക്കാരിൽ നിന്നും പൗലോസിന് കഷ്ടം അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഇവിടെ നമുക്കൊരു പാഠം പഠിക്കാം. നമ്മുടെ നേതൃത്വത്തിൽ പലപ്പോഴും ഈ കാര്യം നാം കാണുന്നില്ലേ? 13-ും 14-ും വാക്യങ്ങളിൽ
ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാനിട വന്നു. അവർ സുവിശേഷത്തിൻ്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദപ്രകാരമല്ല ജാതികളുടെ മര്യാദപ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? പത്രോസിൻ്റെ ഈ കാൽമാറ്റം മോശമായ ഭവിഷ്യത്ത് ഉണ്ടാക്കി വെച്ചു. മറ്റുള്ള യഹൂദന്മാർ അവൻ്റെ പുറകെ പോയി. സഭയെ നടുവേ പിളർത്തിക്കൊണ്ടുള്ള പത്രോസിൻ്റെ പെരുമാറ്റം ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഒരുമയെയും സുഹൃത്ത് ബന്ധത്തെയും കൂട്ടായ്മയെയും നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ബർന്നബാസും തെറ്റിപ്പോയത് പൗലോസിന് വലിയൊരു ക്ഷതമായിരുന്നു, വലിയ മനപ്രയാസമുണ്ടാക്കി. ക്രിസ്തുവിന് വേണ്ടി ജാതികളെ നേടുവാൻ ബർന്നബാസ് ആയിരുന്നു പൗലോസിനെ സഹായിച്ചത്. ഈ വർത്തമാനം യെരുശലേമിൽ അറിയിക്കാനും അവൻ പൗലോസിനെ അനുഗമിച്ചിരുന്നു. ഉറച്ച ദൈവിക സ്വാധീനമുള്ള നേതൃത്വം ഇല്ലാതിരിക്കുമ്പോൾ കാര്യങ്ങൾ വഷളാകാൻ അധികം താമസം വേണ്ട എന്ന് ഇത് കാണിക്കുന്നു. പൗലോസിൻ്റെ സ്വഭാവത്തിലാണല്ലോ ഇത് സംഭവിച്ചത്. പൗലോസിൻ്റെ ഉദ്ദേശശുദ്ധി നോക്കുക. തർക്കം ഇഷ്ടമായതുകൊണ്ടോ പത്രോസിനോട് എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായതുകൊണ്ടോ തരം താഴ്ത്തണമെന്നുള്ള ഉദ്ദേശം കൊണ്ടോ അല്ല പൗലോസ് എതിർത്തത്. സുവിശേഷ സത്യം കാരണമാണ് അവൻ എതിർത്തത്. അതേ കാരണത്താലാണ് യഹൂദ ക്രിസ്ത്യാനികളോടും പൗലോസ് എതിർത്തത്. 5-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ, അവർ സുവിശേഷത്തിന് അനുസരണമായി നടക്കുന്നില്ല എന്നാണ് പൗലോസിൻ്റെ ആരോപണം. ചൊവ്വായി നടക്കുന്നില്ല എന്നതിന് നേരെ മാർഗത്തിൽ നടക്കുന്നില്ല എന്നർത്ഥം. പത്രോസും കൂട്ടരും സുവിശേഷത്തിൻ്റെ നേർമാർഗം വിട്ടു. മാത്രമല്ല, പത്രോസിൻ്റെ മനോഭാവവും കപടമുള്ളതായിരുന്നു. എത്ര വലിയ അപ്പോസ്തലനായിരുന്നാലും, എത്ര ഉന്നതമായ ആത്മീയ അനുഭവങ്ങളുള്ള വ്യക്തിയെന്ന് അഭിമാനിച്ചാലും, നാം വീഴുവാൻ എല്ലാ സാധ്യതയുമുള്ളവരാകുന്നു എന്ന ആ ബോധത്തോടെ വേണം നാം മുൻപോട്ട് പോകേണ്ടത്. അനേകരും ആത്മിക അഹങ്കാരത്താൽ ഈ വലിയ സത്യത്തെ മറന്നു കളഞ്ഞോ, മറച്ചു പിടിച്ചോ മുൻപോട്ട് പോകുന്നു. തന്മൂലം അവരുടെ അധപ്പതനം, അവരുടെ വീഴ്ച വളരെ പരിതാപകരമായതായി കാണുന്നു. ജീവിതത്തിൽ രഹസ്യ പാപങ്ങളെ ഉപേക്ഷിക്കാതിരുന്നാൽ അത് നമുക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ജീവിതത്തിൽ നാം മറച്ചു വച്ചിരിക്കുന്ന പാപങ്ങളെ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ചെന്നാട്ടെ. ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയോടും ക്ഷമിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. തുടർന്നും ഇത് പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.